Dear all, ഈ സെഗ്മെൻറ്റിൽ ലോഗരിതമിക് ഫംഗ്ഷനെ നമുക്ക് പരിചയപ്പെടാം. എലമെൻ്ററി ഫംഗ്ഷൻസിലെ രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫംഗ്ഷനാണ് ലോഗരിതമിക് ഫംഗ്ഷൻ. കഴിഞ്ഞ സെഗ്മെൻറ്റിൽ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് ലോഗരിതമിക് ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ലോഗരിതം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. See the definition. The logarithm of a non-zero complex number z is defined by ln z. ln z is notation logarithm of z. Okay, you have to read it as logarithm of the complex number z, of course, which is a non-zero complex number, equal to logarithm of mod z to the base e. So what is this quantity? This quantity is our real natural logarithm. Okay, because mod z is a real number. It's a non-negative real number. So log mod z to the base e is our real natural logarithm plus I argument of z. So logarithm of a complex number, real part of that logarithm is natural logarithm of the modulus of the complex number, and the imaginary part is the argument of the complex number. Okay, and log 0 is not defined. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ തന്നെ വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് log 0 അൺഡിഫൈൻഡ് ആകുന്നു എന്നുള്ളത്. കാരണം ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ലോഗരിതം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ അതിൻ്റെ മോഡുലസ് ആവശ്യമുണ്ട്, ഒപ്പം തന്നെ ആർഗ്യുമെൻറ്റും ആവശ്യമുണ്ട്. 0 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന് ആർഗ്യുമെൻറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 0യുടെ ലോഗരിതം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ലെഫ്റ്റ് അൺഡിഫൈൻഡ്, അത് ഒരു കുറവൊന്നുമല്ല. ഓക്കെ, സോ 0 അല്ലാത്ത ഏതൊരു കോംപ്ലക്സ് നമ്പറിനും നമുക്ക് ലോഗരിതം ഡിഫൈൻ ചെയ്യാൻ പറ്റും. സി, ഇത് റിയൽ കേസ് പോലെയല്ല. റിയലിൽ നമുക്കറിയാം റിയൽ ലോഗരിതം ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനൊന്നും അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് കോംപ്ലക്സ് ലോഗരിതം ക്യാൻ ബി ഡിഫൈൻഡ് ഫോർ ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് എക്സെപ്റ്റ് 0. ഓക്കെ, നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സിന് എല്ലാം ഡിഫൈൻഡ് ആണ്. ഇൻ പെർട്ടിക്കുലർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ നെഗറ്റീവ് നമ്പേഴ്സ് ഓൾസോ. ഓക്കെ, ഇനി ഇവിടെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ കോംപ്ലക്സ് ലോഗരിതം എടുക്കുന്ന സമയത്ത് നോക്കൂ, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ലോഗരിതം തന്നെ ആയിട്ട് മാറും. പ്ലസ് ഐ ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് പോസിറ്റീവ് റിയൽ നമ്പറിനെ സംബന്ധിച്ചിടത്തോളം 0 + 2nπi ആണ്. അപ്പോൾ അവിടെ നമ്മൾ കാണാൻ പറ്റും ദാറ്റ് വിൽ എഗ്രീസ് വിത്ത് അവർ നാച്ചുറൽ ലോഗരിതം. നമുക്ക് കാണാം ഇതിലെ ഈ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന പാർട്ട് നമുക്കറിയാം. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് അല്ല, ഇറ്റ് ഈസ് മൾട്ടി വാല്യൂഡ് അല്ലേ. ഒരു ആർഗ്യുമെൻ്റ് വാല്യൂ നമ്മൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് കൂടി 2π ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 2πയുടെ ഏത് മൾട്ടിപ്പിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ആർഗ്യുമെൻ്റ് വാല്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനിലെ ഇമാജിനറി പാർട്ട് ഇൻഫിനിറ്റ് വാല്യൂഡ് ആയതുകൊണ്ട് തന്നെ logarithm of a complex number എന്ന് പറയുന്നത് it is not single valued, it is a multi valued expression. Okay, for every non-zero complex number there are infinitely complex logarithms. ഓക്കെ, ഇനി ഇതിലെ ഈ സ്മോൾ ആർഗിന് പകരം ക്യാപിറ്റൽ ആർഗ്, അതായത് പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ വാല്യൂഡ് ആകും. അതിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ലോഗരിതം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ln z, log z, is given by the notation is cap ln z. Cap ln z stands for principal value of the principal value of the logarithm of the complex number z, equal to log mod z with base e plus I into capital arg z. So the imaginary part is capital arg z. What is capital arg z? It is a principal argument. So in the definition of the complex logarithm, if we use capital arg instead of small arg, then that value of the logarithm is called the principal value of the logarithm and is denoted by the symbol cap ln z. ഓക്കെ, cap ln z-ഉം log z-ഉം തമ്മിലുള്ള കണക്ഷൻ എന്താണ്, വ്യത്യാസം എന്താണ്? log z എന്ന് പറയുന്നത് മൾട്ടി വാല്യൂഡ് ആണ്, ജനറൽ ലോഗരിതം, പക്ഷേ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കും. മാത്രമല്ല നമുക്ക് ln z-ഉം cap ln z-ഉം തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫോർമുല പറയാം. ലെറ്റ്സ് സീ ദാറ്റ്. സീ ദ റിമാർക്സ്. ln z is multi-valued. It has infinitely many values. Why? Because small arg z has infinitely many values. Okay. Second one, capital ln z, that is principal value of the complex number z, is single valued. Why? Because in the definition of cap ln z, we use only one value of the argument, namely the principal argument. So this is single valued. Okay. And the third observation, the connection between cap ln z and small ln z, we know that small arg z equal to cap arg z plus 2nπi, where n is an integer. So substituting this expression in the definition of logarithm, so we have log z equal to logarithm of mod z to the base e plus I into small arg z is replaced by cap arg z plus 2nπi,
Now open the brackets. So we have log mod z to the base e plus I arg z plus 2n pi. What is this one? This bracketed expression is precisely the principal value of log z. So it is cap ln z plus 2n pi I. So we have proved that small ln z, that is a general logarithm of the complex number z equal to principal value of the logarithm plus 2n pi I. Okay, so the difference between ln z and cap ln z is an integer multiple of 2 pi I. Okay, 2 pi I യുടെ ഒരു integer multiple ആയിരിക്കും. Now let's see some examples. So the problem, compute the values of ln z and cap ln z for the following numbers. First one, negative 1. So by definition we know that ln z equal to log of mod z to the base e plus I arg z. Okay, അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ലോഗരിതം എഴുതാൻ നമുക്ക് അതിൻ്റെ മോഡുലസും ആർഗ്യുമെൻറ്റും ആവശ്യമുണ്ട്. So z equal to negative 1 ആണ് ഇവിടുത്തെ നമ്പർ. So z equal to negative 1 ആകുമ്പോൾ what is mod z? So this means mod z equal to 1. And what is arg z? Arg z equal to നെഗറ്റീവ് 1 എന്ന് പറയുന്നത് നെഗറ്റീവ് റിയൽ നമ്പർ ആണല്ലോ. നെഗറ്റീവ് റിയൽ നമ്പറിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ്? പൈ ആണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് പ്ലസ് 2n pi. Okay, so small arg will be pi plus 2n pi. Therefore ln z means ln of negative 1 in the complex logarithm is logarithm of mod 1 to the base e, that is natural logarithm of mod 1 plus I into argument of z, that is pi plus 2n pi. Okay, that is equal to, പക്ഷേ ഈ mod 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1ൻ്റെ നാച്ചുറൽ ലോഗരിതം റിയൽ ലോഗരിതം ആണ്, that is 0, we know that. So 0 plus I times pi plus 2n pi. വേണമെങ്കിൽ pi plus 2n pi നമുക്ക് 2n plus 1 times pi എന്ന് എഴുതാം. So the value is 2n plus 1 times pi I. So logarithm of negative 1 equal to 2n plus 1 times pi I, where what is n? N can be any integer. So n-ന് ഏത് ഇൻറ്റിജർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഓരോ കോംപ്ലക്സ് ലോഗരിതംസ് നെഗറ്റീവ് 1ൻ്റെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ ലോഗരിതം ഓഫ് നെഗറ്റീവ് 1 ഈസ്, അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? We have to use cap arc. What is cap arc? Pi. Okay, so it is by definition log of mod z to the base e plus I into cap arc z, that is log of mod 1 to the base e plus I into cap arc z is pi. So that is 0 plus pi I, that is equal to pi I. Okay, so this is the principal value of negative 1. ഒരു കാര്യം ഓർക്കുക, principal value of principal value of the logarithm of negative 1 or logarithm of any complex number can be directly obtained from ln z by simply putting n equal to 0 in the general expression. Okay, ആ ജനറൽ ലോഗരിതത്തിൽ n equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ക്യാപ് ln ൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും. ഇവിടെ നോക്കൂ, ഈ എക്സാമ്പിളിൽ n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് pi I ആണ്. ഓക്കെ, സോ പ്ലീസ് നോട്ട് ദാറ്റ്. So cap ln z, that is principal value of the complex logarithm of z, can be obtained from ln z by putting n equal to 0. So it is that value of logarithm for which n equal to 0. Okay. Now next problem. അപ്പോൾ ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നെഗറ്റീവ് 1 എന്ന് പറയുന്ന നെഗറ്റീവ് റിയൽ നമ്പറാണിത് അല്ലേ? നമുക്കറിയാം നെഗറ്റീവ് റിയൽ നമ്പറിന് യൂഷ്വൽ ലോഗരിതം അഥവാ റിയൽ ലോഗരിതം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല, ഡിഫൈൻഡ് അല്ല. പക്ഷേ നെഗറ്റീവ് 1-ന് കോംപ്ലക്സ് ലോഗരിതം ഡിഫൈൻഡ് ആണ്. ഇൻഫിനിറ്റ്ലി മെനി കോംപ്ലക്സ് ലോഗരിതംസ് ആർ അവൈലബിൾ 2n plus 1 times pi I. ഓക്കെ, അതായത് പൈ ഐയുടെ ഏത് ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഡ് മൾട്ടിപ്പിൾസ് ആണ്. 2n plus 1 എന്ന് പറയുമ്പോൾ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ ഐ. ഓക്കെ, അതെല്ലാം എന്താണ്? നെഗറ്റീവ് 1-ൻ്റെ കോംപ്ലക്സ് ലോഗരിതംസ് ആണ്. ഇനി അടുത്തത് ഐയുടെ കാണാം. ഇതിലെല്ലാം വാല്യൂസ് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഐ ആം ലീവിങ് ദാറ്റ് ആൻഡ് ആൻ എക്സസൈസ് പ്രോബ്ലംസ്. ഐയുടെ ലോഗരിതം എങ്ങനെ കാണാം? ഐയുടെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് കാണാം. മോഡുലസ് ഓഫ് ഐ ഈക്വൽ ടു 1. ഓക്കെ, ആർഗ്യുമെൻറ്റ് ബേസ് ആർഗ്യുമെൻറ്റ് പൈ ബൈ 2 കൂടി 2n pi ആഡ് ചെയ്യുക, അതാണ് ആർഗ്യുമെൻറ്റ്. ഫോർമുലയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐയുടെ ലോഗരിതം കിട്ടും. പ്രിൻസിപ്പൽ ലോഗരിതം n ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ലോഗരിതം കിട്ടും. അതുപോലെ തന്നെ -1 മൈനസ് ഐ 2 എന്ന് പറയുന്ന റിയൽ നമ്പർ, അതിൻ്റെ മോഡുലസ് 2 ആണ്. അതുപോലെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് 0 plus 2n pi. ഓക്കെ, ഇ എന്ന് പറയുന്നതും പോസിറ്റീവ് റിയൽ നമ്പറാണ്. അപ്പോൾ 2ൻ്റെയും ഇയുടെയും ആർഗ്യുമെൻറ്റ് സെയിം ആണ്, മോഡുലസിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് പ്ലീസ് നോട്ട് ദാറ്റ് ln നാച്ചുറൽ ലോഗരിതം ഓഫ് ഇ
to the base e, that is 1. ഓക്കെ, ഇത് 1 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത് 1 ആയിട്ട് മാറും. ഇനി സിക്സ്ത് വൺ, ഇ റൈസ് ടു സെഡ്, ഒരു നമ്പറിൻ്റെ, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള നമ്പറിൻ്റെ ലോഗരിതം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഡു ദാറ്റ്. So e raised to z. So by definition, what is ln of e raised to z? It is given by logarithm of modulus of e raised to z. ഇവിടെ കോംപ്ലക്സ് നമ്പർ e raised to z ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ലോഗരിതം എഴുതുക? ഇറ്റ് ഈസ് ഗിവൺ ബൈ, അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ നാച്ചുറൽ ലോഗരിതം, ബേസ് ഇ ലോഗരിതം, റിയൽ ലോഗരിതം ഓഫ് ദി മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇവിടെ മോഡുലസ് എന്ന് പറയുന്നത് ഇ റൈസ് ടു സെഡിൻ്റെ മോഡുലസ് പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് ഇ റൈസ് ടു സെഡ്. ഇവിടുത്തെ കോംപ്ലക്സ് നമ്പർ ഇ റൈസ് ടു സെഡ് ആണ്. പക്ഷേ ഈ നമുക്ക് ഇ റൈസ് ടു സെഡിൻ്റെ എക്സ്പ്രഷൻ അറിയാമല്ലോ. ബട്ട് വി നോ ദാറ്റ് ഇ റൈസ് ടു സെഡ്, വാട്ട് ഈസ് ഇ റൈസ് ടു സെഡ്? ഇറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ. Right, this is the definition. So what is modulus of e raised to z? Modulus of e raised to z നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് e raised to x ആണ്. You can directly compute that. And what is argument? Argument of e raised to z is, that is y plus 2n pi. Okay, y plus 2n pi. y മാത്രമല്ല, വൈയോട് കൂടി 2πയുടെ മൾട്ടിപ്പിൾസ് കൂടെ ആഡ് ചെയ്യണം. അതാണ് ജനറൽ ആർഗ്യുമെൻറ്റ് വരിക. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. therefore substituting in these expressions in one, we get logarithm of e raised to z equal to log, means natural logarithm, real logarithm of mod e raised to z, that is mod e raised to x plus I, argument of e raised to z is y plus 2n pi. ഓക്കെ, പക്ഷേ മോഡ് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. കാരണം ഇ റൈസ് ടു എക്സ് ഒരു നോൺ നെഗറ്റീവ് റിയൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സോ ഇറ്റ് ഈസ് എൽ ഒ ജി ഓഫ് ഇ റൈസ് ടു എക്സ് ടു ദ ബേസ് ഇ പ്ലസ് ഐ വൈ പ്ലസ് 2n pi. ഓക്കെ, പക്ഷേ ഈ ക്വാണ്ടിറ്റി നമുക്കറിയാം. നാച്ചുറൽ ലോഗരിതം ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് അത് എക്സ് തന്നെയാണ്. ഓക്കെ, റിയൽ നാച്ചുറൽ ലോഗരിതം ഈസ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് ഇ റൈസ് ടു എക്സ്, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. സോ എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ഐ ടു എൻ പൈ. ഓക്കെ, ഐ ടു എൻ പൈ. ഇതിന് ഈ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് നമ്മുടെ ഇസഡ് ആണല്ലോ. ഇതാണ് ഇസഡ്. സോ ഇസഡ് പ്ലസ് ഐ ടു എൻ പൈ. ഓക്കെ, സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ലോഗരിതം ഓഫ് കോംപ്ലക്സ് ലോഗരിതം ഓഫ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഈക്വൽ ടു സെഡ് പ്ലസ് ഐ ടു എൻ പൈ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ക്യാപ് എൽ എൻ ഇസഡ്, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ വാല്യൂ of the complex logarithm of e raised to z, cap ln e raised to z എന്തായിരിക്കും? It is obtained by putting n equal to 0. n equal to 0 substitute ചെയ്യുമ്പോൾ it will reduces to z by putting n equal to 0. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാവുന്നുണ്ട് നമുക്ക്. ഈ ക്യാപ് എൽ എൻ ഇസഡ് എന്ന് പറയുന്നത്, ക്യാപ് എൽ എൻ അതായത് പ്രിൻസിപ്പൽ ലോഗരിതം ഓഫ് ഇ റൈസ് ടു സെഡ് ഈസ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ലോഗരിതം ഇ റൈസ് ടു സെഡിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഐഡിയാസ് ബ്രാഞ്ചസ് ഓഫ് ലോഗരിതം. നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തു. ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് ലോഗ് ഇസഡ്? ഓക്കെ, എൽ ഒ ജി മീൻസ് എൽ എൻ ഇസഡ് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ നൊട്ടേഷൻ. എൽ എൻ ഇസഡ് ഈക്വൽ ടു log of mod z to the base e plus I argument of z. Okay, we have observed that this is multi-valued അല്ലേ, ഇത് സിംഗിൾ വാല്യൂഡ് അല്ല. this is not a function. so multi-valued ആയതുകൊണ്ട് തന്നെ ഇതിനെ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. this is not a function as it has infinitely many values. it has infinitely many values for a single z. okay, for a single z not equal to 0. ഓക്കെ, ഒരു ഇൻപുട്ടിന് തന്നെ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമുക്കിതിനെ പെടുത്താൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ വി കോൾ ഇറ്റ് ആസ് a multi-valued function. okay, multi-valued ഫംഗ്ഷൻ എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നില്ലെങ്കിലും നമ്മൾ ഇത്തരം എക്സ്പ്രഷൻസിനെ, അതായത് ഒരു ഇൻപുട്ടിന് ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന റൂളുകളെ മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ എന്നുള്ള പേരിട്ട് വിളിക്കും.
ഇനി ഇതിനെ എങ്ങനെ സിംഗിൾ വാല്യൂഡ് ആക്കാം? നമുക്ക് ഇതിൻ്റെ അനലിറ്റിസിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷന് മാത്രമേ നമുക്ക് അനലിറ്റിസിറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ലോഗരിതത്തിനെ സിംഗിൾ വാല്യൂഡ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഒരു ഇൻസ്റ്റൻ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ക്യാപ് എൽ എൻ ഇസഡ് എടുത്തു കഴിഞ്ഞാൽ അത് സിംഗിൾ വാല്യൂഡ് ആണ്. അതെങ്ങനെ സാധ്യമായത്? ഇതിൻ്റെ ഇമാജിനറി പാർട്ടിലെ സ്മോൾ ആർക്ക് സെഡിൻ്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുത്തപ്പോഴാണ് അത് സാധ്യമായത്. ഇതുപോലെ ക്യാപ് ആർക്ക് ഇസഡ് എടുക്കുന്നതിന് പകരം സ്മോൾ ആർക്ക് സെഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസിനെ ഏതെങ്കിലും ഒരു വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ എൽ എൻ സെഡിൻ്റെ വാല്യൂ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? അത് സിംഗിൾ വാല്യൂഡ് ആയിട്ട് മാറും. ഇങ്ങനെ സിംഗിൾ വാല്യൂഡ് ആക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ബ്രാഞ്ചസ് എന്ന് പറയുക. ഓക്കെ, ഓരോ സിംഗിൾ വാല്യൂ എടുക്കുന്ന അപ്പോൾ നമുക്കിവിടെ സ്മോൾ ആർക്ക് സെഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് ദ പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ബ്രാഞ്ചസ് ഓഫ് ലോഗരിതം. So to make it single valued, we proceed as follows. So we take a non-zero complex number. Let z equal to r e raised to I theta be a non-zero complex number. ഏതൊരു non-zero complex numberനെ നമുക്ക് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതാമല്ലോ. ഇവിടെ ഈ r എന്ന് പറയുന്നത് എന്താണ്? where r equal to modulus of z and theta equal to argument of z. ഓക്കെ, ഇനി ഇവിടെ ഈ തീറ്റ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി വാല്യൂഡ് ആണ്. അതാണ് നമ്മുടെ ലോഗരിതത്തിനെ മൾട്ടി വാല്യൂഡ് ആക്കി മാറ്റുന്നതും. അപ്പോൾ ഇവിടെ നമ്മളൊരു റെസ്ട്രിക്ഷൻ കൊടുക്കാൻ പോവാണ്. സോ ഫോർ എനി റിയൽ നമ്പർ ആർ, so take a real number alpha. For any real number alpha, okay, for any real number alpha, we choose that value of theta, okay, for which theta lies in between alpha and alpha plus 2 pi. ഓക്കെ, ആൽഫ എന്ന് പറയുന്ന റിയൽ നമ്പർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആൽഫയ്ക്ക് 0 കൊടുക്കാം. 0 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തീറ്റയുടെ വാല്യൂ ഏതെടുക്കുന്നത്? 0ക്കും 2 പൈക്കും ഇടയ്ക്കുള്ള തീറ്റയുടെ വാല്യൂ. ഓക്കെ, അതുപോലെ ആൽഫയ്ക്ക് -π ആണ് കൊടുക്കുന്നതെങ്കിൽ -πക്കും -π പ്ലസ് 2 പൈ അഥവാ -πക്കും പോസിറ്റീവ് പൈക്കും ഇടയ്ക്കുള്ള തീറ്റയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ആൽഫയ്ക്കും ആൽഫ പ്ലസ് 2 പൈക്കും ഇടയ്ക്കുള്ളത് എന്ന് പറഞ്ഞാൽ പിക്ചോറിയലി നമുക്ക് നോക്കാം. തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേ അല്ലേ? ഇങ്ങനെ ഒരു റേ ആണ്. ഈ ആർഗ്യുമെൻ്റ് വാല്യൂ ആൽഫയാണ്. ഓക്കെ, ഈ റേ ആണ് തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് എക്സ്പ്രഷൻ ആൽഫയേക്കാളും വലുതായിരിക്കണം. ഓക്കെ, തീറ്റ ഈക്വൽ ടു ആൽഫ ആൻഡ് വാട്ട് ഈസ് തീറ്റ ഈക്വൽ ടു ആൽഫ പ്ലസ് 2 പൈ? ആൽഫ പ്ലസ് 2 പൈ എന്ന് പറയുന്നതും ഈ റേ തന്നെയാണ്. Okay, so the same ray represented by theta equal to alpha as well as, so theta equal to alpha എന്ന് പറയുമ്പോൾ ഈ റേയിലുള്ള ഏതൊരു കോംപ്ലക്സ് നമ്പറിനും ഏത് റെപ്രസെൻ്റ് ചെയ്യും? തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. So theta equal to alpha represents all the complex numbers sitting on this ray, and also the same complex numbers are represented by alpha plus 2 pi. Theta equal to alpha plus 2 pi. കാരണം ആൽഫ പ്ലസ് 2 പൈ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ആൽഫയിൽ നിന്നൊരു 2 പൈ ടേൺ ചെയ്ത് വരുന്നു. ഒരു 2 പൈ മീൻസ് 360 ഡിഗ്രി. ഓക്കെ, 2 പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. ഇവിടെ നിന്ന് ഈ റേയിൽ നിന്ന് 2 പൈ, അതാണല്ലോ ആൽഫ പ്ലസ് 2 പൈ എന്ന് പറയുമ്പോൾ ഒരു 2 പൈ കൂടെ കറങ്ങുന്നു. ഒരു 2 പൈ കൂടെ കറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെയാണ് തിരിച്ചെത്തുക. ഓക്കെ, അപ്പോൾ ഈ റേയിലുള്ള നമ്പേഴ്സിനെ തന്നെയാണ് തീറ്റ ഈക്വൽ ടു ആൽഫ പ്ലസ് 2 പൈ എന്ന് പറയുന്നതും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ തീറ്റയുടെ വാല്യൂ ആൽഫയ്ക്കും ആൽഫ പ്ലസ് 2 പൈക്കും ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ്? ഇറ്റ് മീൻസ് ദാറ്റ് all the complex numbers, okay, all the complex numbers except those on this ray, okay, ഈ റേയിൽ ഇല്ലാത്ത എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സും ഇതിനകത്ത് പെടും. ഓക്കെ, ഈ ഭാഗത്തുള്ള എല്ലാ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പോൾ ഈ റേ ഒഴികെയുള്ള റേയിലുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ഒഴികെ ബാക്കി എല്ലാ കോംപ്ലക്സ് നമ്പറും ഈ റെപ്രസെൻറ്റേഷനിൽ പെട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ റേയിലില്ലാത്ത കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ ഫോർ എനി റിയൽ നമ്പർ ആൽഫ വി ചൂസ് ദാറ്റ് വാല്യൂ ഓഫ് തീറ്റ ഫോർ വിച്ച് ആൽഫ ലെസ് ദാൻ ആൽഫ പ്ലസ് 2 പൈ. then the formula ln z equal to log of mod z to the base e plus I theta. Okay, where what is theta? Theta is in between alpha and alpha plus 2 pi. And what is mod z? Mod z is positive, that is r is positive. Okay, then this expression is single valued. Okay,
Okay, so f of z equal to ln z is well defined and a single valued function in the domain r positive. Why r positive എന്ന് പറയുമ്പോൾ മോഡുലസ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ അല്ലാത്ത കോംപ്ലക്സ് നമ്പർ എന്ന് അവിടെ മീൻ ചെയ്തു. ഓക്കെ, and alpha lies in between theta lies in between alpha and alpha plus 2 pi. Alpha strictly less than theta strictly less than alpha plus 2 pi, where what is alpha? Alpha is a fixed real number. അപ്പോൾ ഈ ഡൊമൈനകത്ത് ലോഗരിതം എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ലോഗരിതം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറിന് ഒരു ലോഗരിതം ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു മൾട്ടി വാല്യൂഡ് ലോഗരിതത്തിനെ സിംഗിൾ വാല്യൂഡ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു മൾട്ടി വാല്യൂഡ് ലോഗരിതത്തിന് സിംഗിൾ വാല്യൂഡ് ആക്കി മാറ്റാൻ നമ്മൾ എന്തുപയോഗിക്കുന്നു? തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന ഈ റേ കോംപ്ലക്സ് പ്ലെയിനിൽ നിന്ന് ഊരി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഈ റേ മാറ്റിക്കഴിഞ്ഞ് ഈ റേയിലുള്ള പോയിൻറ്റ്സ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും എന്തായി? ബാക്കിയുള്ളിടത്തെല്ലാം ഈ ഡെഫിനിഷൻ വഴി, അഥവാ തീറ്റയുടെ വാല്യൂ ആൽഫയ്ക്കും ആൽഫ പ്ലസ് 2 പൈക്കും ഇടയ്ക്ക് തീറ്റയ്ക്ക് ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വാല്യൂ ലോഗ് സെഡിൻ്റെ ഡെഫിനിഷനിലുള്ള ഇമാജിനറി പാർട്ടായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതിനെയാണ് ഈ ലോഗരിതത്തിൻ്റെ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫയുടെ വാല്യൂ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് വ്യത്യസ്തമായ ബ്രാഞ്ചുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ആൽഫ ഈക്വൽ ടു സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബ്രാഞ്ച്, ആൽഫ ഈക്വൽ ടു പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ബ്രാഞ്ച്, ആൽഫ ഈക്വൽ ടു മൈനസ് പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ബ്രാഞ്ച്. ഓക്കെ, ഈ ബ്രാഞ്ച് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റേ അഥവാ തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നതിനെയാണ് ബ്രാഞ്ച് കട്ട് എന്ന് പറയുന്നത്. ബ്രാഞ്ച് കട്ട്. ഓക്കെ, അപ്പോൾ ആ റേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലക്സ് പ്ലെയിനിൽ നിന്ന് ആ റേ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി ശേഷിക്കുന്ന ആ ഡൊമൈനകത്ത് മൾട്ടി വാല്യൂഡ് ലോഗരിതം എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനി സീറോ എന്ന് പറയുന്ന ഒറിജിൻ, ഈ റേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറിജിനിൽ നിന്നാണല്ലോ. ഈ ഒറിജിൻ പോയിന്റിനാണ്, സീറോയാണ് കോംപ്ലക്സ് ലോഗരിതത്തിൻ്റെ ബ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രാഞ്ച് പോയിന്റിൻ്റെ പ്രത്യേകത എല്ലാ ബ്രാഞ്ച് കട്ടുകളും പാസ് ചെയ്യുന്നത് ബ്രാഞ്ച് പോയിന്റിലൂടെ ആയിരിക്കും. ബ്രാഞ്ച് പോയിന്റിൻ്റെ ജനറൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻ്റർസെക്ഷൻ പോയിന്റ് ഓഫ് ഓൾ ബ്രാഞ്ച് കട്ട്സ്. ഓക്കെ, എല്ലാ ബ്രാഞ്ച് കട്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതാണ് ബ്രാഞ്ച് പോയിന്റ്. അപ്പോൾ ലോഗ് സെഡിന് ഒരു ബ്രാഞ്ച് പോയിന്റ് ആണുള്ളത്, അത് സീറോ ആണ്. ബ്രാഞ്ച് കട്ട് ഏത് റേ വേണമെങ്കിലും എടുക്കാം. തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നതിൽ ആൽഫയ്ക്ക് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഓരോ ബ്രാഞ്ച് കട്ടുകളും കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ ബ്രാഞ്ച് കട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ബ്രാഞ്ചസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജനറൽ കോംപ്ലക്സ് ലോഗരിതത്തിനെ ഒരു സിംഗിൾ വാല്യൂഡ് ലോഗരിതാക്കി മാറ്റാനുള്ള ടെക്നിക്കാണ് ബ്രാഞ്ച് കൺസിഡർ ചെയ്യുക എന്നുള്ളത്. ഒരു ബ്രാഞ്ചിൽ ലോഗരിതത്തിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ, അഥവാ അത് സിംഗിൾ വാല്യൂഡ് ആയിട്ട് മാറും. ഈ ഡൊമൈൻ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതിൽ ആൽഫയ്ക്ക് നെഗറ്റീവ് പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് കിട്ടും. if we take alpha equal to 0, then alpha equal to 0 alla, sorry, alpha equal to negative pi. Okay, alpha equal to negative pi, alpha equal to negative pi, we get the principal branch. Okay, we get the principal branch of log z, which is denoted by ln z. Okay, that is ln z equal to principal branch of logarithm is defined by log of mod z to the base e plus I theta. What is theta? Theta lies in between negative pi and positive pi. Okay, where r is positive, r equal to mod z is positive. എന്തുകൊണ്ട് r equal to positive എന്ന് പറയാൻ കാരണം, r പോസിറ്റീവ് എന്ന് പറയുമ്പോൾ r ഈക്വൽ ടു സീറോ അല്ല, അതായത് സീറോ അല്ലാത്ത കോംപ്ലക്സ് നമ്പർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സീറോ ഇവിടെ ഉൾപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് പൈക്കും പോസിറ്റീവ് പൈക്കും ഇടയ്ക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിമൂവ് ചെയ്യുന്ന ബ്രാഞ്ച് കട്ട് ഏതാണ്? ഇവിടെയുള്ള പ്രിൻസിപ്പൽ ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ച് കട്ട് ഏതാണ്? ദാറ്റ് ഈസ് നെഗറ്റീവ് റിയൽ ആക്സിസ്. ഓക്കെ, നെഗറ്റീവ് റിയൽ ആക്സിസ് ആണ് അവിടെ റിമൂവ് ചെയ്ത് കളയുന്നത്. സോ ദിസ് ഇസ് എ ബ്രാഞ്ച് കട്ട് ഫോർ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. ഓക്കെ, ബ്രാഞ്ച് കട്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ ln z എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ z റിയൽ നമ്പർ ആകുമ്പോൾ പ്രിസൈസ്ലി അത് നമ്മുടെ നാച്ചുറൽ ലോഗരിതമായിട്ട് മാറും. ഓക്കെ, സോ ln z വിൽ ബി ഈക്വൽ ടു log ഓഫ് mod z if z is a real number. Okay, z is a
പോസിറ്റീവ് റിയൽ നമ്പർ. സോ ln mod z എന്ന് പറയുമ്പോൾ ഇത് z തന്നെ ആവും. Okay, so if z is a positive real number, principal branch of that z will be precisely equal to our natural logarithm. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് ലോഗരിതം നാച്ചുറൽ ലോഗരിതമായിട്ട് എഗ്രി ചെയ്യുന്നത് എപ്പോഴാണ്? പ്രിൻസിപ്പൽ ബ്രാഞ്ച് എടുക്കുക. പ്രിൻസിപ്പൽ ബ്രാഞ്ച് എടുത്ത് അതിലെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ ലോഗരിതം നോക്കുമ്പോൾ അത് നമ്മുടെ നാച്ചുറൽ ലോഗരിതത്തോട് എഗ്രി ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Okay, so this is the idea how to convert a multi-valued logarithm into a single valued logarithm. എന്തിനാണ് സിംഗിൾ വാല്യൂഡ് ലോഗരിതത്തിലേക്ക് നമ്മൾ പോകുന്നത്? Then only we can talk about its analyticity. Okay, now let's talk about its analyticity. Let's check whether a branch of logarithm is analytic. So analyticity of the logarithmic function. Consider the branch of ln z given by f of z equal to logarithm of z defined by log of mod z to the base e, that is natural logarithm, plus I theta, where theta lies in between alpha and alpha plus 2 pi, where what is alpha? Alpha is a fixed number. Alpha is a fixed real number. Okay, means we are considering a branch of logarithm. അപ്പോൾ അത് സിംഗിൾ വാല്യൂഡ് ആയി. ഇനി നമുക്കിനി ഇതിൻ്റെ അനാലിറ്റിസിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എഴുതുന്നു. യു എന്ന് പറയുന്നത് ഇതിൻ്റെ റിയൽ പാർട്ട്. വാട്ട് ഇസ് എ റിയൽ പാർട്ട്? ലോഗരിതം ഓഫ് മോഡ് z, നാച്ചുറൽ ലോഗരിതം ഓഫ് മോഡ് z. പക്ഷേ മോഡ് z എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇസഡിന് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. What is imaginary part? Imaginary part is theta. What is theta? Theta is the argument and it is given by tan inverse of y by x. See, tan inverse of y by x in ഒരുപാട് വാല്യൂസ് ഉണ്ട്. ആ tan inverse of y by x ൻ്റെ ആൽഫയ്ക്കും ആൽഫ പ്ലസ് 2 പൈക്ക് ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണല്ലോ ഈ റിയൽ പാർട്ടിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും എക്സ്പ്രഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? കോഷി-റീമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്താൽ മതി. നൗ what is u sub x? Partial derivative of u with respect to x, log in the derivative 1 by reciprocal of the argument, that is 1 by square root x square plus y square into square root in the derivative, a function of a function. So 1 by 2 root of x square plus y square into x square plus y square in the derivative with respect to x, that is 2x. So cancellation കഴിഞ്ഞാൽ നമുക്ക് x by x square plus y square എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ യു വൈ എന്ന് പറയുന്നത്, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് ഇതുപോലെ ചെയ്താൽ 1 by root of x square plus y square into 1 by 2 root of x square plus y square into x square plus y square derivative with respect to y, that will be 2y. Okay, so cancellation വഴി നമുക്ക് എന്ത് കിട്ടും? y by square root of x square plus y square എന്ന് കിട്ടും. This is uy. Okay, and what is vx? v sub x, partial derivative of v with respect to x, tan inverse in the derivative 1 by 1 plus y by x square into y by x in the derivative with respect to x എന്ത് വരും? മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ. ഇവിടെ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. 1 by x ഡെറിവേറ്റീവ് മൈനസ് 1 by x സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. സോ എക്സ് സ്ക്വയർ ന്യൂമറേറ്ററിൽ വന്ന് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയാൽ സോ വി ഹാവ് നെഗറ്റീവ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ വി സബ് വൈ എന്ന് പറയുന്നത് 1 by 1 plus y by x square into y by x in derivative with respect to y, that is 1 by x. ഓക്കെ, സിംപ്ലിഫിക്കേഷനിലൂടെ ഇവിടെ നമുക്ക് ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. എക്സ് സ്ക്വയർ എന്ന് ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് പോയി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഇനി നോക്കൂ, എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 0 എന്ന് പറയുന്ന പോയിന്റിൽ ഒഴികെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഡിനോമിനേറ്റർ ഇവിടെ യു വൈ എന്ന് പറയുന്നത് വൈ ബൈ റൂട്ട് അല്ല, y by what is that? It is 1 by square root x square plus y square into 1 by 2 root x square plus y square into 2y, that is equal to y by x square plus y square. ഓക്കെ, അപ്പോൾ നോക്കൂ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് 0 എന്ന് പറയുന്ന പോയിന്റിൽ ഒഴികെ. 0 എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഈ ഡൊമൈനിൽ ഇല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡൊമൈനകത്ത് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നു. ദർ ഇസ് ഓൾ ആർ കണ്ടിന്യൂസ് ബിക്കോസ് ദേ ആർ റേഷ്യോ ഓഫ് പോളിനോമിയൽസ്. Ratio of polynomials are continuous. Continuous functions in the ratio continuous ആണ്, provided denominator not equal to 0. So all the partial derivatives existing and are continuous. And what about CR equations? See, ux and vy are same. Ux equal to vy satisfy ചെയ്യുന്നുണ്ട്. Okay, and uy equal to negative ex ശരിയല്ലേ?
വി എക്സിൻ്റെ നെഗറ്റീവ് ആണല്ലോ യു വൈ എന്ന് പറയുന്നത്. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഫംഗ്ഷൻ അനലറ്റിക് ആണ്, ഈ ഡൊമൈനിൽ അനലറ്റിക് ആണ്. So ux, uy, vx, vy are all continuous in the domain r greater than 0, theta lies in between alpha and alpha plus 2 pi, means branch of logarithm. And also ux equal to vy, uy equal to negative vx, that is CR equations are satisfied. Therefore, the branch of logarithm f of z equal to log z in the domain r greater than 0, alpha less than theta less than alpha plus 2 pi is analytic. Okay. And now what is the derivative? And the derivative f dash z എങ്ങനെയാണ് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത്? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണെങ്കിൽ ഡെറിവേറ്റീവ് ഈസ് ഗിവൺ ബൈ യു സബ് എക്സ് പ്ലസ് ഐ വി സബ് എക്സ്. ഇവിടെ യു സബ് എക്സ്, യു എക്സ് എന്താണ്? എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് യു എക്സ്, പ്ലസ് ഐ. വി എക്സ് എന്താണ്? വി എക്സ് ഈസ്, സി ലുക്ക് അറ്റ് വി എക്സ്, വി എക്സ് ഈസ് നെഗറ്റീവ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, സോ ഇറ്റ് ഈസ് നെഗറ്റീവ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിന് നമുക്കൊരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആയിട്ട് എഴുതാം. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. സോ എക്സ് പ്ലസ് ഐ നെഗറ്റീവ് ഐ മീൻസ് എക്സ് മൈനസ് ഐ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് മൈനസ് ഐ വൈ ഈസ് സെഡ് ബാർ അല്ലേ, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് മോഡ് സെഡ് സ്ക്വയർ. ദറ്റ് ഈസ് സെഡ് ബാർ ബൈ വാട്ട് ഈസ് മോഡ് സെഡ് സ്ക്വയർ? ഇറ്റ് ഈസ് സെഡ് ഇൻറ്റു സെഡ് ബാർ. ഈ സെഡ് ബാർ ക്യാൻസൽ ചെയ്യാം. സോ ഇറ്റ് ഈസ് 1 by z. ഓക്കെ, therefore f dash z, that is derivative of log z. Okay, derivative of log z is 1 by z. ഇത് റിയൽ ലോഗരിതത്തിൻ്റെ പോലെ തന്നെയാണ് അപ്പോൾ അല്ലേ? റിയൽ ലോഗരിതമിക് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് റിയൽ ലോഗരിതമിക് ഫംഗ്ഷൻ ഈസ് റെസിപ്രോക്കൽ 1 by z അല്ലേ? അതുപോലെ തന്നെ കോംപ്ലക്സ് ലോഗരിതം അനലറ്റിക് ആണ്. എവിടെ? അതിൻ്റെ ഒരു ബ്രാഞ്ചിൽ. ഏത് ബ്രാഞ്ച് ഓഫ് ലോഗരിതം എടുത്തു കഴിഞ്ഞാലും ആ ബ്രാഞ്ചിൽ ലോഗരിതമിക് ഫംഗ്ഷൻ അനലറ്റിക് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by z ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ലോഗരിതത്തിൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഷോ ദാറ്റ് എൽ എൻ, വാട്ട് ഇസ് ക്യാപ് എൽ എൻ? മീൻസ് പ്രിൻസിപ്പൽ ലോഗരിതം ഓഫ് നെഗറ്റീവ് ഐ ഈക്വൽ ടു 1 minus pi by 2i. Cap ln of 1 minus i equal to half log 2 minus pi by 4i. Find ln of, this is general logarithm, of minus 1 plus root 3i. Find ln of negative e cube. Determine whether the following statements are true. ln of negative 1 plus i square equal to 2 times ln of minus 1 plus i. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കമ്പ്യൂട്ട് ചെയ്യുക, ഈക്വൽ ആവുന്നുണ്ടോ നോക്കുക. അതുപോലെ ബാക്കിയുള്ള രണ്ടെണ്ണം. ഓക്കെ, ജനറലി സ്പീക്കിംഗ് ദിസ് ഇസ് നോട്ട് ട്രൂ. അതായത് ക്യാപ് ln ഓഫ് ഇസഡ് പവർ എൻ ഈക്വൽ ടു എൻ ടൈംസ് ln ഇസഡ് എന്ന് പറയുന്നത് ട്രൂ അല്ല. ജനറലി ഇറ്റ് ഈസ് നോട്ട് ട്രൂ. പക്ഷേ lnൻ്റെ പകരം നമ്മുടെ യൂഷ്വൽ ജനറൽ ലോഗരിതം ആണെങ്കിൽ അത് ട്രൂ ആകും. ln of z1 into z2 ln of z1 plus ln of z2 ln of z1 by z2 equal to ln of z1 minus ln of z2. റൂൾ ഓഫ് ലോഗരിതംസ് ഇവിടെയും ട്രൂ ആവും. ജനറൽ കോംപ്ലക്സ് ലോഗരിതത്തിന് ട്രൂ ആവും. പക്ഷേ ബ്രാഞ്ചിൽ അത് ട്രൂ ആവണമെന്നില്ല. ഏതുപോലെ ആർഗ്യുമെൻറ്റിൻ്റെ ഡിസ്കഷനിൽ നമ്മൾ കണ്ടിരുന്നു. ജനറൽ ആർഗ്യുമെൻറ്റിന് ആർഗ്യുമെൻറ്റ് ഓഫ് z1 ഇൻറ്റു z2 ഈക്വൽ ടു ആർഗ് z1 പ്ലസ് ആർഗ് z2 എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് വരുന്നുണ്ട്. ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് z1 ബൈ z2 ആണെങ്കിൽ ആർഗ്യുമെൻറ്റ് ഓഫ് z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് z2 ട്രൂ ആണ്. അപ്പോൾ ഈ റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജനറൽ ലോഗരിതത്തിനും ഇതിൻ്റെ കറസ്പോണ്ടിങ് വേർഷൻസ് ട്രൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ജനറൽ ലോഗരിതം എന്ന് പറയുമ്പോൾ മൾട്ടി വാല്യൂഡ് ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ സിംഗിൾ വാല്യൂഡ് ആയിട്ടുള്ള ബ്രാഞ്ചിലേക്ക് വരുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഉണ്ടാവണമെന്നില്ല. ജനറലി പറയുമ്പോൾ അത് ട്രൂ അല്ല. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ കേസിൽ അത് ട്രൂ ആയി വന്നേക്കാം, പക്ഷേ ജനറലി അത് ട്രൂ അല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നെഗറ്റീവ് 1 പ്ലസ് ഐ സ്ക്വയറിൻ്റെ പ്രിൻസിപ്പൽ ലോഗരിതം കണ്ടുപിടിക്കുക. നെഗറ്റീവ് 1 പ്ലസ് ഐയുടെ പ്രിൻസിപ്പൽ ലോഗരിതം കണ്ടിട്ട് അതിൻ്റെ ട്വൈസ് കാണുക, രണ്ട് ഈക്വൽ ആവുന്നുണ്ടോ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.